അള്ളാഹുവിന് ഏതൊരു മനുഷ്യനെയും അവൻ്റെ അടിമകളെ ഒരിക്കലും നരകത്തിൽ ഇടാൻ ഇഷ്ടമില്ല. റബ്ബിന് പരമാവധി എല്ലാ അവസരങ്ങളും കൊടുത്ത് അയാളെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കാനാണ് അള്ളാഹു നോക്കുന്നത്. പക്ഷെ ചില ധിക്കാരികളായ ചില ആളുകളുണ്ട്, നരകം എരന്ന് പേടിക്കുന്ന ആളുകൾ. അവരാരൊക്കെയാണ്? ഞാനെല്ലാം തികഞ്ഞവനാണ്, എല്ലാം തികഞ്ഞ് എല്ലാം കംപ്ലീറ്റഡ് ആണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളുണ്ട്. അള്ളാഹു അത്തരം ധിക്കാരികളിൽ നമ്മെ ഉൾപ്പെടുത്താതിരിക്കട്ടെ. അത്തരം ഒരു ധിക്കാരിയായിരുന്നു റംസീസ് രണ്ടാമൻ എന്ന ഫറോവ. ഒരുപാട് ഫറോവന്മാർ കടന്നു പോയിട്ടുണ്ട്. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ, അഥവാ റാംസീസ് രണ്ടാമൻ എന്ന ഈ ധിക്കാരിയായ ഭരണാധികാരിയായിരുന്നു മുൻ ഫറോവമാരെക്കാൾ കൂടുതൽ അപകടകാരിയും ദൈവം ദാക്ഷിണ്യമില്ലാത്ത കണ്ണിച്ചോരല്ലാത്ത ക്രൂരനുമായ ഒരു അഹങ്കാരി. ആ അഹങ്കാരിക്ക് അള്ളാഹു കൊടുത്ത ശിക്ഷ, നിന്നെ ഞാൻ വരും തലമുറക്കൊരു ദൃഷ്ടാന്തമാക്കി സൂക്ഷിച്ചു വെക്കുമെന്ന് അള്ളാഹു വിശുദ്ധമായ ഖുർആൻ. അതുപോലെ തന്നെ അത് അള്ളാഹുവിൻ്റെ ആ പ്രവചനം അള്ളാഹു പറഞ്ഞ പോലെ തന്നെ അൽഹംദുലില്ലാഹ് ഇന്ന് വരുന്ന കോടാനുകോടി ജനങ്ങൾ ഈജിപ്തിൽ നാഷണൽ മ്യൂസിയത്തിൽ ഫറോവയുടെ ജഡം കാണാൻ വരുന്ന ആളുകൾ ഒരുപാടാണ്. ഈജിപ്തിലുണ്ട് ഫറോവയുടെയും മറ്റ് ആളുകളുടെയൊക്കെ ഡെഡ് ബോഡി കിടക്കുന്നുണ്ട്. ആരാണ് സത്യത്തിൽ ഈ ഫറോവ? ഫറോവയുടെ അഹങ്കാരത്തിന് അള്ളാഹു കൊടുത്ത ശിക്ഷ വളരെ വലുതായിരുന്നു. ഒരിക്കൽ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫറോവയോട് പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിലേക്ക് വിശ്വസിക്കണം, റബ്ബിലേക്ക് വിശ്വസിക്കണമെന്ന് പല തവണ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം റാംസീസ് രണ്ടാമനോട് പറഞ്ഞപ്പോഴും അതിനെയൊക്കെ പുച്ഛിക്കുകയും വളരെ മോശമായ പരിഹാസത്തിൽ പൊതിയുകയും ചെയ്തിട്ടുണ്ട് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്. മൂസ നബി അലൈഹി സ്വലാം പറഞ്ഞത് അള്ളാഹുവിൽ വിശ്വസിക്കാനാണ്. ഫറോവ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞത് ഞാനാണ് ദൈവം എന്നാണ്. റബ്ബിൽ വിശ്വസിച്ചിരുന്നില്ല. എന്തെങ്കിലുമൊക്കെ ഈജിപ്തിൽ മൂപ്പരെ സാമ്പത്തികമായി അല്ലെങ്കിൽ വലിയ ഉയർച്ചകൾ അത് അവർക്കുണ്ടായാൽ അവരൊക്കെ പറയുമത്രേ അവരുടെ കഴിവ് കൊണ്ടാണ് എന്നൊക്കെ. അതുപോലെ തന്നെ കൃഷിയിടങ്ങളിലും മറ്റ് വ്യവസായ മേഖലകളിലൊക്കെ അല്ലെങ്കിൽ അവർക്ക് വലിയ പരാജയങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലുമൊക്കെ ഒരു മോശമായ പരീക്ഷണങ്ങൾ അള്ളാഹു അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ പറയത്രേ മൂസ ഒരു ദുശകുനമാണ് എന്ന്. ഒരു ശകുനക്കേടാണ്, ദുശകുനമാണ്. ഈ ശകുനം എന്ന് പറയുന്ന വാക്ക് ആളുകൾ വിശ്വസിക്കുന്ന ഒരു വിശ്വാസങ്ങൾ അന്ധവിശ്വാസങ്ങളാണ്. രാവിലെ ഒരാൾ എഴുന്നേറ്റാൽ പുറത്ത് നമ്മൾ കാണുന്ന ശകുനം മോശമാണ് അല്ലെങ്കിൽ നല്ല ശകുനമാണ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര വിഡ്ഢിത്തരമാണ്. ലൈഫ് തീരുമാനിക്കുന്ന നമ്മളുടെ ഓരോ സെക്കൻഡുകളും ഹാർട്ടിൻ്റെ മിടിപ്പുകൾ സർവപ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിലാണ്. എല്ലാം അള്ളാഹുവാണ് നിയന്ത്രിക്കുന്നത്, ശകുനമല്ല. ഇതൊക്കെ പിശാച് മനുഷ്യനെ തോന്നിപ്പിക്കുന്ന പല തന്ത്രങ്ങളാണ്. അള്ളാഹുവിൽ നിന്നും അടർത്തി മാറ്റാൻ കുതന്ത്രങ്ങൾ പ്രയോഗിച്ചുകൊണ്ടേയിരിക്കുകയാണവൻ. അപ്പോൾ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഫറോവയും കൂട്ടരും പറഞ്ഞു, എന്ത്, നീ എത്ര ദൃഷ്ടാന്തങ്ങൾ കാണിച്ചാലും ഞങ്ങൾ വിശ്വസിക്കുകയില്ല എന്ന്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരെ ഒന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു. അവിടെ ഈജിപ്തിൽ ശക്തമായ പ്രളയം അല്ലാഹു ഉണ്ടാക്കി. വെള്ളപ്പൊക്കം നമുക്കറിയാമല്ലോ, ഒരുപാട് വെള്ളപ്പൊക്കം നമ്മളെ പ്രളയം വന്ന് കേരളത്തിലൊക്കെ, അതുപോലെ നല്ലൊരു വെള്ളപ്പൊക്കം അവിടെ കൊടുത്തു. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കിലേക്ക് വന്ന് പറഞ്ഞു അവര്, എന്ത്, അള്ളാഹുവിൽ ഞങ്ങൾ വിശ്വസിക്കാം. മൂസ, നിന്റെ റബ്ബിനോട് പറയേ, ഞങ്ങളെ ഈ പ്രളയത്തിൽ നിന്നൊക്കെ രക്ഷിക്കാൻ നിന്റെ റബ്ബിനോട് വേണ്ടി നീ ഒന്ന് ദുആ ചെയ്യൂ എന്ന് ഫറോവയുടെ
കിങ്കരന്മാര് ഒക്കെ പറഞ്ഞപ്പോൾ, ഫറോവയൊക്കെ പറഞ്ഞപ്പോൾ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തു, അല്ലാഹുവേ എൻ്റെ നാടിനെ, ഇവിടെ ഈ നാട്ടിൽ വന്ന് ഈ വിപത്ത് നീ മാറ്റണേ റഹ്മാനെ എന്ന് പറഞ്ഞ് മൂസ നബി ദുആ ചെയ്തപ്പോൾ ശക്തമായ പ്രളയം അള്ളാഹു മാറ്റിക്കളഞ്ഞു. ആ ദുആ അള്ളാഹു സ്വീകരിച്ചു. അപ്പോൾ അവർ അള്ളാഹുവിലേക്ക് വിശ്വസിക്കുമെന്ന് പറഞ്ഞവർ അതിൻ്റെ വിപരീതം പ്രവർത്തിക്കാൻ തുടങ്ങി. വീണ്ടും ആക്രമണങ്ങളും മോശപ്പെട്ട രീതിയിലേക്ക് പോകാൻ തുടങ്ങി. അപ്പോൾ അള്ളാഹു അവരെ വീണ്ടും പരീക്ഷിക്കുകയാണ്. രണ്ടാമത്തെ പരീക്ഷണം റബ്ബിന്റെ എന്താണ്? വെട്ടുകിളികളെ വെച്ച് അള്ളാഹു പരീക്ഷണം നടത്തുകയാണ്. ജറാദ് എന്നൊക്കെ പറയും. ഈ വെട്ടുകിളിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ വെട്ടുകിളികൾ കൃഷിയിടങ്ങൾ മുഴുവൻ നശിപ്പിച്ച് കളയുന്നു. കൃഷിയിടങ്ങളും നമ്മളെ പല രീതികളിലൊക്കെ നശിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. വീണ്ടും അവർ മൂസ നബിയെ സമീപിച്ചു. മൂസ, നീ ഒന്ന് പറ റബ്ബിനോട്, ഞങ്ങൾ വിശ്വസിക്കാം, നോക്കണം നിങ്ങൾ റബ്ബിനോട്. അപ്പം മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്യുകയും ആ വെട്ടുകിളികളിൽ നിന്നുള്ള ആക്രമണം അള്ളാഹു എടുത്തു കളയുകയും ആ ദുആ സ്വീകരിച്ച് അത് ഒഴിവാക്കുകയും ചെയ്തപ്പോൾ കുറെ കഴിഞ്ഞപ്പോൾ വീണ്ടും വളരെ മോശമായ രീതിയിൽ വീണ്ടും തുടങ്ങി. അങ്ങനെ മൂന്നാമതും അവർ വളരെ രീതിയിൽ അഹങ്കരിച്ചുകൊണ്ടും ധിക്കാരത്തോടു കൂടെ റബ്ബിനെ മറക്കാൻ തുടങ്ങിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത പരീക്ഷണവും കൊടുക്കുകയാണ്. എന്താണ് അടുത്ത പരീക്ഷണം? അടുത്ത പരീക്ഷണം എന്താണെന്ന് അറിയണ്ടേ? ചെള്ള് പോലെയുള്ള സംഗതി, പേൻ ചെള്ളൊക്കെ ഓരോ ആളുകളുടെ ശരീരത്തിനും മുഴുവനും ചെള്ളാണ്. കിടക്കുന്ന പായകളിലും ഭക്ഷണങ്ങളിലും എവിടെ നോക്കിയാലും ചെള്ളാണ്. ഈ ചെള്ളുകൊണ്ട് വല്ലാത്ത രീതിയിൽ അവർ ബുദ്ധിമുട്ടാൻ തുടങ്ങി. വീണ്ടും അവർ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് വീണ്ടും അടുക്കിലേക്ക് വരികയാണ്. ഇതൊന്ന് പറഞ്ഞു മാറ്റി തന്നെ റബ്ബിൽ വിശ്വസിച്ചോളാം, അള്ളാഹുവിൽ ഞങ്ങൾ വിശ്വസിച്ചോളാം, എൻ്റെ റബ്ബിൽ ഞങ്ങൾ വിശ്വസിച്ചോളാം എന്ന് പറഞ്ഞു. മൂസ നബി വീണ്ടും ദുആ ചെയ്തു. പിന്നീടും ഇവർ ആക്രമണം ഇങ്ങനെ നടത്തുകയാണ്. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല തവളകളെ വെച്ച് പരീക്ഷിക്കാൻ തുടങ്ങി. എവിടെ നോക്കിയാലും തവളകളാണ്. തവളകളെ കൊണ്ട് അവർക്ക് ഇരിക്കപ്പൊറുതിയില്ല. എങ്ങനെ നോക്കിയാലും തവളകളാണ്. തവളകളെ കൊണ്ട് അവർ പൊറുതിമുട്ടി. ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് അവർക്ക് അറിയില്ല. അവർ വീണ്ടും മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കിലേക്ക് വന്നു. വീണ്ടും പറഞ്ഞു, ഹേ മൂസ, ഞങ്ങൾ വിശ്വസിച്ചോളാം, റബ്ബിൽ വിശ്വസിച്ചോളാം, അള്ളാഹുവിൽ ഞങ്ങൾ വിശ്വസിച്ചോളാം. നീ ഒന്ന് പറയേ, ഈ അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്താൻ പറയൂ. മൂസ നബി വീണ്ടും ദുആ ചെയ്തു. മൂസ നബി വീണ്ടും ദുആ ചെയ്തപ്പോൾ അള്ളാഹു വീണ്ടും മാറ്റിക്കൊടുത്തു. പിന്നെയും ആക്രമണ ധിക്കാരങ്ങൾ കാണിക്കാൻ തുടങ്ങി. അള്ളാഹുവിനെ നിഷേധിക്കാനും പരിഹസിക്കാനൊക്കെ തുടങ്ങിയപ്പോൾ വീണ്ടും അള്ളാഹു ഒരു പരീക്ഷണം കൊടുക്കുകയാണ്. ആ പരീക്ഷണം എന്താണെന്നറിയും? ആ പരീക്ഷണമാണ് സഹോദരങ്ങളെ, രക്തം കാണുന്ന, എവിടെ ചെന്നാലും രക്തം കാണുക, എവിടെ നോക്കിയാലും ചോര കാണുക, രക്തം ഇങ്ങനെ കാണാം. എവിടെ നോക്കിയാലും, എങ്ങനെ നോക്കിയാലും ഇവർക്ക് ചോര, ബ്ലഡ് ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുക. അവിടെ ഒരു ചോര, അവിടെ ഒരു എപ്പോഴും നോക്കിയാലും ചോരയാണ്. അവർക്കിങ്ങനെ ധിക്കാരങ്ങൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക. എത്ര അവസരം അള്ളാഹു കൊടുത്തു. നമ്മുടെ റബ്ബ് എത്ര കരുണക്കടലാണ്. ഇതിനൊക്കെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ റബ്ബ് എത്ര കാരുണ്യവാനാണ് എന്നുള്ളതാണ്. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബഹുമാനപ്പെട്ടവർ എത്ര ദുആ ചെയ്ത് ആ ദുആക്കൊക്കെ ഉത്തരം കൊടുത്തതൊക്കെ മാറ്റി കൊടുത്തിട്ട് ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചോളാം, അള്ളാഹുവിനായിട്ടുള്ള ഒരു ബന്ധത്തിന് വേണ്ടി അള്ളാഹു കാത്തിരിക്കണം. അതൊക്കെ തട്ടിത്തെറിപ്പിച്ച് നിഷേധിച്ച് ഇവരെന്താണ് ചെയ്യുന്നത്? അവസാനം ഫിറോൻ റാംസിസ് രണ്ടാമൻ ചെങ്കടലിൽ മുങ്ങിച്ചാവുകയാണ് ചെയ്യുന്നത്. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പിന്തുടർന്ന് അവർ കടക്കുകയും ആ മൂസ നബി വടികൊണ്ടടിക്കുകയൊക്കെ ചെയ്ത ചരിത്രമൊക്കെ നമുക്കറിയാം. അവിടെ ഫറോവ മുങ്ങിച്ചാവുകയാണ് ചെയ്യുന്നത്. വളരെ മോശപ്പെട്ട മരണമായിരുന്നു ഫറോവയുടെ. അണ്ണാക്കിലേക്ക് ഉപ്പുവെള്ളം അടിച്ചു കയറിയിട്ടാണ് മരിക്കുന്നത്. അത് ചരിത്രത്തിൽ നിന്ന് ഞാൻ കിടക്കുന്നില്ല.
നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ റബ്ബിൻ്റെ കാരുണ്യമാണ്. ക്രൂരനായ ഫറോവയെ അള്ളാഹു പലതവണ വലിയ വലിയ അവസരങ്ങൾ കൊടുത്തു. അദ്ദേഹം നിഷേധിക്കുകയാണ്. നിഷേധിച്ചുകൊണ്ട് അദ്ദേഹം ഞാനാണ് എല്ലാത്തിനും കേമൻ എന്ന് പറഞ്ഞ് നടക്കുക. പല ആളുകളും അഹങ്കരിച്ച് നടക്കാറുണ്ട്. അള്ളാഹുവിൻ്റെ ശിക്ഷ വളരെ വലുതാണ്. കഠിനമായി ശിക്ഷിക്കുന്ന റബ്ബാണ്. പക്ഷെ ആ റബ്ബിന് ഒരുപാട് ക്ഷമിക്കാനുള്ള വലിയ മനസ്സുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. കാരണം ഒരുപാട് അവസരങ്ങൾ അള്ളാഹു അവർക്ക് കൊടുത്തിട്ട് അവരെന്തുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുത്തില്ല, അള്ളാഹുവിനെ മനസ്സിലാക്കിയില്ല. ഫറോവ ധിക്കാരിയായി ജീവിച്ചോ എന്നുള്ളതാണ്. അതിക്രൂരനായിരുന്നു അയാൾ. ഒരുപാട് അവസരങ്ങൾ നമുക്കും അള്ളാഹു തരുന്നുണ്ട്. ആ അവസരങ്ങൾ നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കണം. റമദാന് കടന്നു വരികയാണ്. ഈ റമദാൻ കടന്നു വരുമ്പോൾ ഒരിക്കലും നമ്മൾ അള്ളാഹുവിൽ നിന്ന് അകന്നു പോകാതെ അടുത്ത് ജീവിക്കണം. എങ്ങനെ റബ്ബും ഈ ഒരു മാസത്തെ റമദാനിൻ്റെ നമ്മൾ നീക്കി വെക്കണം. അള്ളാഹുവിലേക്ക് നമ്മൾ അള്ളാഹുവിനോട് വലിയൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളൊരു ദൃഢമായ ഒരു നെയ്യത്ത് നമ്മൾക്ക് വേണം. അള്ളാഹു എനിക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പ്രത്യേകം ദുആ ചെയ്യുക. ധിക്കാരികളും അഹങ്കാരികളുമായി ഈ ലോകത്ത് നമ്മൾ ജീവിക്കാതിരിക്കുക. ഒരുപാട് പാഠങ്ങൾ ഈ ലോകത്ത് പഠിക്കാനുണ്ട്. ഞാൻ ഒരു വിദ്യാർത്ഥിയാണ് എന്ന് കരുതി ജീവിക്കുക. തികഞ്ഞവരാണ് എന്ന് കരുതി ജീവിച്ചു പോയാൽ ഒരുപാട് പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് നമ്മൾ തകർന്നു വീണേക്കാം. അള്ളാഹുവിന് തൃപ്തിപ്പെട്ടവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. എനിക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. അപ്പോൾ 1000 നന്ദി. അസ്സലാമു അലൈക്കും.